ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. സമരേഖ എന്ന നോവലിൻ്റെ 8ാമത്തെ അധ്യായത്തിലേക്ക്. അമ്മ. അപ്പുവിൻ്റെ പതിഞ്ഞ ശബ്ദം. അമ്മ എന്താ ഇവിടെ? നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഭവാനിയുടെ സ്വരത്തിൽ നന്നേ ഗൗരവവും ഈർഷ്യയും ഉണ്ടായിരുന്നു. അപ്പു മെടയിറക്കി. തുളസി കുറ്റപ്പെടുത്തൽ പോലെ അപ്പുവിനെ ഒന്ന് നോക്കി. അതോടെ അപ്പുവിന് കൂടുതൽ വിഷമമായി. നീ എന്താ അവധി എടുത്തതാണോ? ഭവാനി വീണ്ടും മകനോട് ചോദിച്ചു. ആ. അപ്പു മൂളി. നീ കഴിഞ്ഞ ആഴ്ചയല്ലേ വന്നിട്ട് പോയത്? എല്ലാ ആഴ്ചയിലും എന്തിനെങ്കിലും വണ്ടിക്കൂലി കളയുന്നത്? ഭവാനി ശകാരം പോലെ പറഞ്ഞു. തുളസി പാലത്തിലേക്കുള്ള പടവുകൾ കയറി. നീ അവിടെ നില്ല് തുളസി, ഭവാനി പറഞ്ഞു. അവൾക്കൊപ്പം സ്റ്റെപ്പ് കയറി തുളസി നിന്നുപോയി ഭയത്തോടെ. എന്താണ് ഇവരുടെ ഭാവം? അമ്മ എങ്ങോട്ട് പോകണു? അപ്പു ചോദിച്ചു. വാ, വീട്ടിൽ പോകാം. നീ നടന്നോ, ഞാനിപ്പോൾ വരാം. മകനോട് അങ്ങനെ പറഞ്ഞ് ഭവാനി തുളസിയുടെ ഒപ്പം എത്തി. അമ്മ ഇതെന്ത് ഭാവിച്ചാണ്? അപ്പു സത്യമായും ഭയന്നു. പക്ഷെ അമ്മയോട് എന്തെങ്കിലും മറുത്തു പറയാൻ അപ്പുവിന് കഴിഞ്ഞില്ല. എന്താണ് അമ്മയുടെ ഉള്ളിൽ? വലതും നീറിപ്പോകുന്നുണ്ടോ? അപ്പു ഭീതിയോടെ നോക്കി നിന്നു. പിന്നെ തൻ്റെ വീട്ടിലേക്ക് നടന്നു. അപ്പുവിനെ എവിടെ വെച്ചാൽ തുളസി കണ്ടത്? ഭവാനി തുറന്നു തന്നെ ചോദിച്ചു. ഈ ചോദ്യം തുളസി വളരെ സമയമായി പ്രതീക്ഷിക്കുന്നു. ഭവാനിയെ കണ്ടപ്പോൾ മുതൽ എന്താടി മിണ്ടാത്തത്? അല്പം കൂടി കടുത്ത ഭവാനിയുടെ സ്വരം. ബസ്സിൽ വെച്ച്, തുളസി കള്ളം പറഞ്ഞു. നേരാണോടി? എന്നോട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഭവാനിക്ക് അരിശം വന്നു. തുളസി നിശബ്ദയായി. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെളച്ചിലൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ആ. ഭവാനി തുളസിയുടെ തോളത്ത് ബലമായിട്ടൊന്ന് തട്ടി തനിക്ക് അഭിമുഖമായിട്ട് നിർത്തി. നിന്റെ കല്യാണം നടക്കുന്നെന്ന് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചതാ. എൻ്റെ മോൻ നിന്റെ വലയിൽ വീഴാണ്ടിരിക്കാൻ ഒരുപാട് നേർച്ചയും നേർന്നതാ. തുളസി ഞെട്ടലോടെ അവരെ നോക്കി. ഇപ്പോൾ നിന്റെ കല്യാണം മുടങ്ങി നിന്റെ അപ്പനും ചത്തു, നിന്റെ ലാക്ക് എനിക്കറിയാം. തുളസിയുടെ നേരെ വിരൽ ചൂണ്ടി ഭവാനി ശക്തമായി തന്നെ ആരോപിച്ചു. എൻ്റെ മോനെ വളച്ചെടുക്കുക. അവൻ ഉദ്യോഗസ്ഥനല്ലേ. അവനങ്ങെടുത്താൽ പിന്നെ കുടുംബം അവൻ്റെ തലയിലോട്ടങ്ങ് വയ്ക്കാം. ഉളിയും സഞ്ചിയും തൂക്കിയുള്ള നിൻ്റെ ഈ പോക്ക് നിർത്തുകയും ചെയ്യാം. അല്ലേടി, അതല്ലേടി നിൻ്റെ ലാക്ക്. ഭവാനി ചേച്ചി, കാര്യം അറിയാതെ തുളസി പറയാനൊരുങ്ങി. നീ ശബ്ദിക്കരുത്. നിൻ്റെ ഒരു ന്യായം എനിക്ക് കേൾക്കുകയും വേണ്ട. നിനക്ക് പലതും പറയാൻ കാണും. പക്ഷെങ്കിൽ ഓർത്തോ, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിലും ഞാനതിന് സമ്മതിക്കത്തില്ല. അതല്ല, എന്നെയും എൻ്റെ പെൺമക്കളെയും വഴിയാധാരമാക്കാൻ തന്നെയാണ് നിൻ്റെ പ്ലാനെങ്കിൽ 3 തരം. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഞാനും എൻ്റെ പെൺമക്കളും നിൻ്റെ വീടിന് മുറ്റത്ത് കിടക്കും. വീരോടെ ഭവാനി തുടർന്നു. വിഷം കഴിച്ച് ചത്ത്. ആ. തുളസി ഞെട്ടിത്തെറിച്ചു പോയി. ഭവാനി ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും തുളസി പറയാനഞ്ഞു. നീ കൂടുതലൊന്നും വിശദീകരിച്ച് വിഷമിക്കണ്ട. ഈ പ്രായം കടന്നു തന്നെയാണ് ഞാനിവിടെ എത്തിയത്. മുട്ടയെന്ന് വിരിഞ്ഞപ്പോൾ തൊട്ട് നീ എൻ്റെ മോനെ വട്ടം ചുറ്റണതാ. എന്നെ പേടിച്ച എൻ്റെ ചെറുക്കൻ മാറി നിൽക്കുന്നത്. പക്ഷെ നീ ഇങ്ങനെ കൂടുതൽ ഒട്ടാൻ വന്നാൽ എൻ്റെ വരുതിയിൽ നിന്ന് അവൻ ചാടും. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ വീട്ടുമുറ്റത്ത് ഞങ്ങളുണ്ട്. ശക്തമായി തന്നെ അത്രയും പറഞ്ഞ് ഭവാനി സ്തംഭിച്ചു നിൽക്കുന്ന തുളസിയെ കടന്ന് മുന്നോട്ട് പോയി. പാലത്തിൻ്റെ നടുവിൽ മുന്നോട്ടും പിന്നോട്ടും നോക്കാനാവാതെ തരിച്ചു നിന്നു തുളസി. സ്വന്തം വീടിൻ്റെ മുറ്റത്തു നിന്നും അപ്പു ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അമ്മ തുളസിയോട് കഠിനമായിട്ട് തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? അപ്പുവിന് സങ്കടം തോന്നി. വേണ്ടിയിരുന്നില്ല. തുളസിയെ വഴിയരികിൽ കണ്ടപ്പോൾ ഇറങ്ങേണ്ടിയിരുന്നില്ല. ഒരു ബസ്സിൽ കയറേണ്ടിയിരുന്നില്ല. പാവം. അമ്മയുടെ നാവിൻ്റെ മൂർച്ചയിൽ തുളസിയുടെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ടാവും. അപ്പു വല്ലാതെ തലവേദനിക്കുന്നുവെന്ന് തോന്നി അവന്. പാലത്തിനക്കരെ തങ്കയുടെ ആലയിലേക്കാണ് ഭവാനി പോയത്. ഒരു വെട്ടുകത്തി കാച്ചി തേച്ചെടുക്കാൻ കൊടുത്തിട്ട് ആഴ്ച 3 കഴിഞ്ഞത്. അതന്വേഷിച്ചാണ് ഭവാനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആലയിലെ കരിയും ചെളിയും പുരണ്ടപടി തറയിൽ ചടഞ്ഞിരിക്കുന്നുണ്ട് തങ്ക. ഉലയുടെ പിടി ഇടതുകൈ കൊണ്ട് പിടിച്ച് താഴ്ത്തുകയും വലതുകൈ കൊണ്ട് ആളുന്ന കൽക്കരുത്തുണ്ട് ഒരു കൊടിൽ കൊണ്ട് ഇളക്കുകയും ചെയ്യുകയാണ് തങ്ക. ആരുടെയോ ഒരു കരക്കത്തി കാച്ചിയെടുക്കാനാണ്. ആലയിലിരുന്നാൽ പാലം കാണാം. തുളസിയുമായി ഭവാനി സംസാരിക്കുന്നത് തങ്ക കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആലയുടെ വാതിൽക്കൽ ഭവാനിയെ കണ്ടപ്പോൾ വായിൽ കിടന്നിരുന്ന മുറുക്കാൻ വാതിലിനപ്പുറത്തേക്ക് നീട്ടിത്തുപ്പിയിട്ട് തങ്ക ചോദിച്ചു. എന്നതാ ഭവാനി, തുളസിയുമായിട്ടൊരു കലശല്? ഓ, എന്തോന്ന്? അവനവൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴാണ്ട് അവനവൻ തന്നെ നോക്കണമെന്നല്ലേ? ഞാൻ നോക്കി, അത്രയേ ഉള്ളൂ, ഭവാനി പറഞ്ഞു. അതിന് അവളെന്നെ അവൻ്റെ കഞ്ഞിയെ പാറ്റ പിടിച്ചിട്ടാ? ഇട്ടില്ല, ഇടാതെ നോക്കുവാന്നാ പറഞ്ഞ്. മനസ്സിലാവുന്ന ഭാഷ പറ ഭവാനി, തങ്ക പറഞ്ഞു. എനിക്കൊരു ആൺചെറുക്കനുണ്ടല്ലോ, അവൻ്റെ ശമ്പളം എൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരണ്ടേ? അതിനൊരു തടയിട്ടതാ. തങ്ക ഭവാനിയെ മിഴിച്ചു നോക്കി.
അപ്പൂൻ്റെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്? അല്ലാണ്ട് പിന്നെ എനിക്ക് 10ഉം 12ഉം ഉണ്ടോ? അപ്പുവുമായിട്ട് തുളസിക്ക് എന്താ ഇടപാട്? എന്താ ഇടപാടായാലും ഞാൻ ജീവിച്ചിരിപ്പിക്കേ അത് നടക്കില്ല. അത് പറയായിരുന്നു. ആഹാ, അപ്പോൾ അത്ര വരെ ആയോ? അല്ലേലും അവൾ കുറേ കേമിയ അറിഞ്ഞില്ലേ? ചത്ത് കിടന്ന തന്തയെ അവളെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഉളിയും സഞ്ചിയും തൂക്കി പണിക്ക് പോണത്. തൻ്റെ ഇടക്കാരി എന്തു ആകാമെന്ന തോന്നിയസവും എന്ത് തോന്നിയസം അനുവദിക്കുന്ന ഒരു തള്ളയും പോരെ. തങ്കം കിട്ടിയ തക്കം നോക്കി തൻ്റെ അഭിപ്രായം അത്രയും പറഞ്ഞു. ഭവാനിക്കത് വളരെ ഇഷ്ടമായി. അതിനിടയിലാണ് താൻ കൊടുത്ത് വെട്ടുകത്തി അതുപോലെ ഇരിക്കുന്നത് കണ്ട് ഭവാനി, അയ്യോടാ ഇതുവരെ ഒന്നും ചെയ്തില്ല തങ്കി അത്, അവൾ ചോദിച്ചു. അപ്പോഴാണ് പണിക്കിടയിലൊന്ന് മിനുങ്ങാൻ ഷാപ്പ് വരെ പോയിരുന്ന ചന്ദ്രപ്പൻ എത്തിയത്. കാറ് തുപ്പിക്കൊണ്ടൊരു വീടിയും മാഞ്ഞു വലിച്ചുകൊണ്ട് അയാൾ ആലയിലേക്ക് കയറി. കത്തുന്ന കൽക്കരിത്തുണ്ടിൽ നിന്നും കൊടിൽ കൊണ്ട് കത്തിയെടുത്ത് പിടിച്ച് മുട്ടി കൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. അതിനിടെ പറഞ്ഞു, കുറച്ച് ധൃതിപ്പണിയുണ്ട് ഭവാനി, 2 ദിവസം കഴിയുമ്പോൾ വെട്ടുകത്തി തരാം. ഇതിങ്ങനെ എത്ര നാളായി പറയുന്നു? ചെറിയ വീഴുന്ന മടല് ഒന്ന് വെട്ടി കോതി വെക്കാൻ ഒരു കത്തിയില്ല, അതാ ഭവാനി പരിഭവിച്ചു. ആ മറ്റന്നാളെ തീർച്ചയാ, ചന്ദ്രപ്പൻ പറഞ്ഞു. എന്നാൽ ഞാൻ പോവുക, ഭവാനി പറഞ്ഞു. ഓ പിന്നല്ല, തങ്കമ്മ ചിരികൊട്ടി. കച്ചി തേച്ച് കൊടുത്താൽ ഒന്ന് വെളുക്കെ ചിരിച്ചു കാണിക്കും, അത്ര തന്നെ. 10 പൈസ തരത്തില്ല. ചെല്ലപ്പൻ ഉണ്ടായിരുന്നപ്പോഴേ പിശുക്കിയായിരുന്നു, ഇപ്പോൾ പറയാൻ വേണ്ട. മകൻ ഉദ്യോഗസ്ഥനായിട്ടും പിശുക്കാം, ചന്ദ്രപ്പൻ ചോദിച്ചു. അവനെ ഞെക്കിപ്പിഴിഞ്ഞല്ലേ അവരുടെ പണി. 2ാമത്തെ പെണ്ണിൻ്റെ കല്യാണം, തങ്ക തുടർന്നു. 4നെയും കെട്ടിച്ചു കഴിയുമ്പോൾ ചെറുക്കൻ്റെ തല നരയ്ക്കും, അതിൻ്റെ ജീവിതം പോകും, തങ്ക പറഞ്ഞു. ഭവാനി അക്കരെ തിരിച്ചു ചെല്ലുമ്പോൾ ഇളയ മകള് രാധ തയ്ക്കുകയാണ്. രാധ നന്നായിട്ട് തയ്ക്കും, ആ വകയിൽ അല്പം വരുമാനമുണ്ട്. രാധയ്ക്കരികിലൂടെ ഭവാനി അപ്പുവിൻ്റെ മുറിയിലെത്തി. കിടക്കുകയാണവൻ. അപ്പുവിൻ്റെ പെയിൻറ്റിങ് സാമഗ്രികളാണ് മുറിയുടെ ഒരു വശം നിറയെ. വരച്ചതും വരയ്ക്കാത്തതുമായ ചിത്രങ്ങളും പേപ്പർ ചുരുളുകളും ഈസിലും ഒക്കെയുണ്ട്. മകൻ കിടക്കുന്നത് ഒന്ന് നോക്കിയിട്ട് ഭവാനി പിന്തിരിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ആഗ്രഹിച്ചു, അമ്മ തുളസിയോട് എന്താ പറഞ്ഞതെന്നറിയാൻ. അമ്മയോട് ചോദിക്കാനാവില്ല, തുളസിയോട് ചോദിച്ചാലോ? അതൊട്ടും വയ്യ. അപ്പോൾ നെഞ്ചുനീറ്റിലവിടെ കമന്ന് കിടന്നു. മുറ്റത്ത് നിൽക്കുമ്പോൾ തുളസി അറിയാതെ അക്കരയ്ക്ക് മിഴുന്നേറ്റു. അതാ അപ്പോൾ ജനാല തുറന്നിരിക്കുന്നു. അവിടെ നിന്നയാൾ നോക്കുന്നു. കാന്തത്തിൻ്റെ ആകർഷണം പോലെ തുളസിയിലെ കണ്ണുകൾ പെട്ടെന്ന് പിൻവലിഞ്ഞു. വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. തുളസി പണിയുന്നതിനിടയിൽ ഓരോ സംശയങ്ങളും കണക്കുകളും ദാമോദരൻ ചിറ്റപ്പനോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. തന്നോട് അങ്ങനെ ചോദിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ചിറ്റപ്പന് വലിയൊരു കാര്യമാണ്, ഒരു പ്രമാണിയുടെയും ഗുരുവിൻ്റെയും മട്ടിൽ. ഓരോ ദിവസവും അച്ഛൻ്റെ പുസ്തകങ്ങൾ നോക്കിയിട്ട് ഓരോന്ന് സംശയവുമായിട്ടാണ് തുളസി പണിസ്ഥലത്തെത്തുക. ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം വ്യാഖ്യാനിച്ച് ചിറ്റപ്പൻ അതൊക്കെ പറഞ്ഞു കൊടുക്കും. തുളസി അതൊക്കെ ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യും. ഉച്ചസമയത്ത് കഴിക്കാനുള്ള ചോറ് തുളസി എന്നും പൊതികെട്ടിക്കൊണ്ടുവരും. അതവിടെ ഷെഡിൽ വെച്ച് കഴിക്കും. അവിടെ പൈപ്പും സൗകര്യമുണ്ട്. പുരുഷന്മാരൊക്കെ ആയിട്ടുള്ളവർക്ക് പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കും. വീട്ടിൽ നിന്നവർ കൊണ്ടുവരാറില്ല. തുളസി ഓർത്തു, രാവിലെ വീട്ടിലുള്ള സ്ത്രീകൾ ചോറും കൈകളും ഉണ്ടാക്കി പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിട്ടാൽ ഹോട്ടലിൽ കഴിക്കുന്ന എത്ര രൂപ ലാഭിക്കാം. ഓ എനിക്ക് തണുത്ത ചോറ് ഉണ്ണാൻ മേല, ശിവാനന്ദൻ പറഞ്ഞു. മാസാമാസം ശമ്പളമാകുന്ന ഉദ്യോഗസ്ഥരിൽ മിക്കവരും തന്നെ പൊതിച്ചോറുമായാണ് പോകുന്നത്. അവർക്ക് തണുത്ത ചോറുണ്ടാമെങ്കിൽ പിന്നെ നമുക്കെന്താ ചേട്ടാ, തുളസി തർക്കിച്ചു. അവർക്ക് മാസം എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന കാശല്ലേ, കണ്ടവാനം ഹോട്ടലിൽ കൊടുക്കാനുണ്ടോ? അതല്ലേ പൊതി കൊണ്ടുപോകുന്നത്. അത് ശരി, തുളസി പുഞ്ചിരിച്ചു. ശമ്പളക്കാർക്ക് പണം ലിമിറ്റുള്ളതുകൊണ്ട് അവർ ചോറ് കൊണ്ടുവന്ന് ഉണ്ണുന്നു. തച്ചുപണിക്കാരായ നിങ്ങൾക്ക് ലിമിറ്റില്ലാതെ പണം കിട്ടുന്നു, അതുകൊണ്ട് ഹോട്ടലിൽ കൊടുക്കുന്നു. ഹോട്ടലിലും ഷാപ്പിലും ഒക്കെ കണക്ക് തീർക്കുമ്പോൾ വീട്ടിലെത്തിക്കാൻ പണമില്ലാതാകുന്നു. അതുകൊണ്ട് ലിമിറ്റില്ലാതെ പണം കിട്ടുന്ന തച്ചുകാർ എണ്ണിച്ചുട്ട അപ്പം വാങ്ങുന്ന ശമ്പളക്കാരേക്കാൾ മോശമായി താമസിക്കുന്നു. ശരിയല്ലേ? എടി കാന്താരി, ചിറ്റപ്പൻ അവളെ ശാസിച്ചു. പണിയാൻ ഇടം തന്നപ്പോൾ നീ തലമൂത്തോരെ ഭരിക്കാൻ വരുന്നോടി, തുളസി പുഞ്ചിരിച്ചു. ഓ ഞങ്ങളിനി ശ്രമിച്ചാലും ശീലമൊന്നും മാറ്റാൻ പറ്റത്തില്ല തുളസി, ശിവാനന്ദൻ പറഞ്ഞു. പുതിയ തലമുറക്കാരെങ്ങാനും നോക്കട്ടെ, ചിറ്റപ്പൻ തീർത്തു പറഞ്ഞു. തുളസി അപ്പോഴും പുഞ്ചിരിച്ചു. അടുത്ത ദിവസം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് തങ്കച്ചൻ പുതിച്ചോറുമായിട്ടാണ് വന്നത്. തുളസിയുടെ ഉപദേശം ഇവനേറ്റു. പൊന്നപ്പൻ തങ്കച്ചനെ കളിയാക്കി. അങ്ങനെ പിള്ളേരൊക്കെ നന്നാകാൻ നോക്ക്, ശിവാനന്ദൻ പറഞ്ഞു. ഉച്ചയ്ക്ക് മറ്റുള്ളവർ ഉണ്ണാൻ പോയി. തുളസി ഊണ് കഴിക്കാനിരുന്നു. ഷെഡിൻ്റെ അങ്ങേയറ്റത്തായി തങ്കച്ചനും. ഉണ്ണുന്നതിനിടയിൽ അവൻ ഇടയ്ക്കിടെ തുളസിയെ നോക്കി. ഒരു തവണ തുളസിയും. കണ്ണുകൾ ഒരു നിമിഷം കൊടുത്തപ്പോൾ തങ്കച്ചൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറുന്നതിന് മുമ്പ് തുളസി ഒരാളോട് സംസാരിച്ചില്ലേ? അതാരാ? തുളസിയുടെ നോട്ടം ഒരു നിമിഷം അയാളിൽ തന്നെ തറഞ്ഞു നിന്നു. ഉണ്ണാൻ മറന്നതുപോലെ. ഒരു ചെറുപ്പക്കാരൻ, പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട്
തങ്കച്ചൻ വിശദീകരിച്ചു. അപ്പുവിനെ കുറിച്ചാണ് ചോദ്യമെന്ന് തുളസിക്ക് മനസ്സിലായി. എൻ്റെ നെയ്ബർ മാഷാണ്, അവൾ പറഞ്ഞു. അത്രയും പറഞ്ഞ് തുളസി ഊണ് കഴിഞ്ഞ് പാത്രങ്ങളുമായിട്ട് കൈ കഴുകാനായി ചെന്നു. തങ്കച്ചനും ഊണും മതിയാക്കി തുളസിക്കരികിലെത്തി. നമ്മുടെ ആളാണോ ആ മാഷ്? തങ്കച്ചൻ വീണ്ടും ചോദിച്ചു. ആശാരി തന്നെയാണോ എന്നാണ് ചോദ്യം എന്ന് തുളസിക്ക് മനസ്സിലായി. അല്ല, അവൾ പറഞ്ഞു. തുളസി സംസാരം തുടരാതെ പാത്രം കഴുകി വെച്ച് വളപ്പിലേക്ക് ഇറങ്ങി. വിശാലമാണ് വളപ്പ്. അതിൻ്റെ ഈശാകോണിലാണ് വീടിൻ്റെ സ്ഥാനം. ഒരുപാട് മരങ്ങളുണ്ട്. ഒന്നാം തരം ഉരുളൻ തടിക്ക് പറ്റുക. തടിപ്പണി തീർത്തിട്ട് തറയുടെ പണി ആരംഭിക്കും. പണി തുടങ്ങിയാൽ തടിപ്പണി തീരാൻ വേണ്ടി കാത്തു നിൽക്കരുത്. അതാണ് വക്കീലിൻ്റെ നോട്ടം. വൈകുന്നേരം മടങ്ങുമ്പോൾ ശിവാനന്ദൻ തുളസിക്കരികിൽ വന്നു. തുളസി, അവൾ നോക്കി. ആ തങ്കച്ചൻ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ ശിവാനന്ദ ചേട്ടാ? അവനെ നിന്നെ നന്നായിട്ട് ബോധിച്ചു. അവൻ പെണ്ണ് കണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നല്ല കൊച്ചനവൻ, നല്ല പണിക്കാരൻ, കൊള്ളാവുന്ന ചെറിയൊരു വീടുണ്ട്. തള്ളയും 2 ആൺമക്കളും മാത്രം. മൂത്തതായവൻ. നമുക്കങ്ങ് ആലോചിച്ചാലെന്ത് തുളസി? ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പരിസ്ഥിതിയിലാണോ ചേട്ടാ ഞങ്ങളുടേത്? 10 പൈസ ഒരു പണമിട പൊന്നോ ഇല്ലെന്ന് ചേട്ടൻ അറിയാലോ. തുളസിയുടെ ശബ്ദം താഴ്ന്നു. നിനക്ക് തങ്കച്ചനെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം കുഴപ്പമൊന്നും ആ ചേട്ടനില്ലല്ലോ. എന്നാൽ പിന്നെ നീയൊന്നും പറയണ്ട. പൊന്നും പണവും ഒന്നും അവൻ ചോദിക്കില്ല. എല്ലാം അവനറിയാം. എന്നാലും ഒരൊന്നുമില്ലല്ലോ. നീ ഒന്ന് ആലോചിക്കും തുളസി, ശിവാനന്ദൻ പറഞ്ഞു. വീട്ടിലെത്തോളം തുളസി ആലോചിച്ചു. തങ്കച്ചൻ്റെ രൂപം മനസ്സിലൊന്ന് വരച്ചെഴുതാനും ശ്രമിച്ചു. വൈകുന്നേരം വീട്ടിലെത്തി കുളിച്ച് വസ്ത്രം മാറ്റാൻ തുളസി മുറിയിൽ കയറി. ഒരു തടിച്ച കവർ മേശപ്പുറത്തുണ്ടായിരുന്നു. പോസ്റ്റിൽ വന്നത് പൊട്ടിച്ചിരിക്കുന്നത്. തുളസി ആ കവർ തുറന്ന് അതിനുള്ളിൽ മടക്കിയ ക്യാൻവാസ് വെളിയിലെടുത്ത് നിവർത്തി. കുളിയും കൊട്ടുവടിയും കൊണ്ട് പണിത്തടിയുമേലിരുന്ന് പണിയുന്ന തുളസിയുടെ ചിത്രം. തുളസി ജീവനോടെ തന്നെ ക്യാൻവാസിലേക്ക് ചുരുങ്ങിയതുപോലെ. തുളസിക്ക് അപ്പു. കയ്യിൽ നിന്നും ആ ചിത്രം ഊർന്നു വീണപ്പോൾ തുളസി കണ്ടു മുമ്പിലെ അമ്മ. അദ്ദേഹം 15. അമ്മാളുവിൻ്റെ കണ്ണിൽ നന്നേ ദേഷ്യമുണ്ടായിരുന്നു, കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ തുളസിക്ക് സങ്കടം പൊട്ടിപ്പിളർന്നു. നീ അന്നേ എന്നോട് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലടി? അമർന്നിരുന്ന അമ്മാളുവിൻ്റെ സ്വരം. കുളിക്കടവിലുണ്ട് ദീപയും വല്യമ്മച്ചിയും. അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയാതിരിക്കാനും അമ്മാളു ശബ്ദം താഴ്ത്തിയത്. വെറുതെ 2 കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കാനാണ് നിന്റെ പുറപ്പാട്. ആ ഭവാനി വെറുതെ ഇരിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോടി? തുളസി അമ്മയെ തന്നെ നോക്കി നിറമിഴികളോടെ. കണ്ണീരൊന്നും നീ എന്നെ കാണിക്കണ്ട, അമ്മാളു ഈർഷ്യയോടെ തന്നെ പറഞ്ഞു. നിന്റെ ഇളയ ഒരുത്തി നിന്നോളം പ്രായമായിട്ട് ഇവിടെ നിൽപ്പുണ്ടെന്ന് മറക്കണ്ട. കണ്ട ജാതിക്കാരൻ്റെ കൂടെ പോയാലേ അവളെ പിന്നെ കെട്ടാൻ പ്രകാശം പോലും മടിക്കും. അറിയാവോടെ? എന്തിനാമ ഇത്രയേറെ കടത്തി പറയുന്നത്? തുളസി ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അമ്മാള് താഴെ കിടന്നിരുന്ന ക്യാൻവാസിലെ ചിത്രം വീണ്ടും അവൾക്ക് നേരെ പിടിച്ചു. ഇതെന്തിനാടി അവൻ വരച്ചത്? നിനക്ക് അയച്ചു തന്നത്? അപ്പു ഒരു വലിയ ചിത്രകാരനമ്മ. തുളസിയുടെ കണ്ണുകളിലും മനസ്സിലും അപ്പു എന്ന ചിത്രകാരൻ നിറഞ്ഞു നിന്നു. ഒരു ചിത്രകാരന് ചിത്രം വരയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതെന്തിനെന്ന് നമ്മൾക്ക് എങ്ങനെ പറയാനാവും? ഓഹോ, അത് ശരി. നീ പണിയുന്നത് അവനെപ്പോഴാണ് കണ്ടത്? നിന്റെ പണിസ്ഥലം കാത്ത് അങ്ങനെ അവൻ വന്നോടി. അമ്മാളുവിൻ്റെ സ്വരം തീഷ്ണായി. അമ്മേ, തെല്ല അസഹ്യതയിൽ തുളസി വിളിച്ചുപോയി. അമ്മ എന്താ അനാവശ്യമാണ് ഈ പറയുന്നത്? പിന്നെ അവൻ എങ്ങനെയാണ് ഇത് വരച്ചത്? അത് കണ്ടപ്പോൾ മുതൽ തുളസിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ചോദ്യം തന്നെയായിരുന്നു ചോദിച്ചത്. ഇത്ര ഭംഗിയായിട്ട് തൻ്റെ കൃത്യമായിട്ട് അപ്പു എങ്ങനെ ഇത് വരച്ചു? താൻ തടിപ്പണി ചെയ്യുന്നത് അപ്പു കണ്ടിട്ടില്ല, അത് ഉറപ്പാണ്. എന്നാൽ ഈ ചിത്രം കണ്ടതുപോലെ, താൻ അപ്പാടെ ജീവൻ പൂണ്ടിരിക്കുന്നത് പോലെ. പണിത്തടിയുമേലിരിക്കുകയായിരുന്നു താൻ. ഇടതുകാല തറയിലൂന്നി വലതുകാലത്തെല്ല് മടക്കി നിലത്തൂന്നിയുള്ള ഇരിപ്പ്. ഇടതു കൈയിൽ വീതുളി, വലതു കൈയിൽ കൊട്ടുപടി. ഒരു കട്ടിളക്കാല് പണി തീർക്കുന്നു. ഉളിമുന ആഴ്ന്നിറങ്ങുമ്പോൾ പൂളി വിറങ്ങലിച്ചു നിൽക്കുന്ന പൂള് വരെയുണ്ട്. എത്ര ശ്രദ്ധയോടെയാണ് താൻ അത് ചെയ്യുന്നത്! എത്ര അർപ്പണബോധമാണ് തൻ്റെ മുഖത്ത്! തുളസി തന്നെ തന്നെ കാണുകയായിരുന്നു. താൻ ഇങ്ങനെ ഇരുന്നാണോ പണി ചെയ്യുന്നത്? താൻ ഇത്ര മനോഹരിയാണോ? അതോ അപ്പുവിൻ്റെ ഉള്ളിലെ തൻ്റെ രൂപത്തിന് ഇത്രയേറെ മനോഹാരിത ഉണ്ടാക്കിയതാണോ? ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ തുളസിയുടെ ചിന്ത അത് മാത്രമായിരുന്നു. പക്ഷെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം അതോടെ തുളസിയുടെ മനസ്സിലേക്ക് ഇരമ്പിയാർത്തു വന്നു. തൻ്റെ വീട്ടുമുറ്റത്ത് വിഷം കഴിച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന 5 ശവങ്ങൾ. ഭവാനി ചേച്ചി പറഞ്ഞതും അതുതന്നെയാണ്. പാവം അപ്പുവിനെ അവന് അങ്ങനെ എന്തെങ്കിലും ഭീഷണി പ്രയോഗിച്ച് തന്നെയാവും അവർ കെട്ടിയിട്ടിരിക്കുന്നതും. രാവിലെ തുളസി പണിസ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ദീപ പറഞ്ഞത്. ആ അപ്പുമാഷിൻ്റെ കഴിവുകൾ അപാരം തന്നെയാണ് അല്ലേ ചേച്ചി? തുളസി അവളെ നോക്കി. അല്ല ആ ചിത്രേ, ചേച്ചി ശരിക്കും ഇരുന്ന് പണിയുന്നത് പോലെ തന്നെയുണ്ട്. നോക്കിയിട്ട് എനിക്ക് മതി വന്നില്ല. രാധയ്ക്ക് ഇത് തന്നെ പണി, ദീപ പറഞ്ഞു. അപ്പുമാഷിൻ്റെ പൂവത്തിൽ മതിയുടെ പറഞ്ഞത്. തുളസിക്ക് ചോറ് പൊതിയായിരുന്ന അമ്മാളു ശാസിച്ചു. ഉള്ള കാര്യമല്ലേടി അമ്മാളു അവള് പറഞ്ഞത്? വല്യമ്മച്ചി ഇടപെട്ടു.
ആ ചെറുക്കൻ്റെ വര ഒരു കേമം തന്നെയാണ്. അങ്ങനെ അതെനിക്കും ഇഷ്ടപ്പെട്ടു. ഓഹോ, അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോ? അതുകൊള്ളാം. അമ്മാളും ഈർഷ്യയോടെ പിറുവിറുത്തുകൊണ്ട് തുളസി ഒന്ന് നോക്കി, താക്കിയതുപോലെ. എന്നിട്ട് അടുക്കളയിലേക്ക് തന്നെ വലിഞ്ഞു. തുളസി മറുപടിയൊന്നും പറഞ്ഞില്ല. പോകാൻ ഇറങ്ങിയിരുന്നവള്. അപ്പോഴാണ് പ്രകാശം കയറി വരുന്നത്. തുളസി പോകാൻ ഇറങ്ങുമായിരുന്നോ? അതെ, തുളസി പറഞ്ഞു. അവിടെ ഒരുപാട് പണിയുണ്ടോ തുളസി? ഒരു വർഷത്തേക്ക് കാണുമെന്ന ദാമോദരൻ ചിറ്റമ്മ പറയുന്നത്. തച്ച് മുഴുവൻ തരുമോ അങ്ങേര്? പ്രകാശം ചോദിച്ചു. പണിക്കരെ വെച്ച് പണിത്തട്ട് തച്ച് കാശ് കുറച്ച് കൊടുക്കും, ബാക്കി കമ്മീഷൻ അടിക്കും. എന്തിനാ? കള്ള് മൊന്താൻ, പ്രകാശം പറഞ്ഞു. അതാ അങ്ങേരുടെ രീതി. വീട്ടിലോട്ട് ചെന്ന് നോക്കണം. വലിയ പ്രമാണിയായ അയാൾ പ്രമാണിച്ചുണ്ടാക്കിയ മാളികൾക്ക് കണക്കില്ല. പക്ഷേ അയാളിന്ന് പലകയടിച്ച ആനവയലൻ പുരയ്ക്കുള്ളിലെ താമസം. എത്ര പ്രമാണിച്ചാലും കാശ് വീട്ടിൽ ചെല്ലുകയില്ല. അതുതന്നെ. എൻ്റെ അമ്മയുടെ മൂന്നാമത്തെ അമ്മാവൻ്റെ മകനാ ദാമോദരൻ, ഭാർഗവി വല്യമ്മച്ചി ഓർമ്മിച്ച് പറഞ്ഞു. ചെറുപ്പം മുതലേ അവൻ്റെ സ്വഭാവം അതായിരുന്നു. ആ ബന്ധം ചിറ്റപ്പൻ എന്നോട് പറഞ്ഞു. തുളസി സമ്മതിച്ചു. ചിറ്റപ്പൻ്റെ സ്വഭാവം തന്നെയാണ് മക്കൾക്കും എന്നാ കേട്ടത്. അവർക്കുമില്ല വീടും കുടിയൊന്നും. തന്തയ്ക്ക് മക്കൾ പിറന്ന ഇങ്ങനെ തന്നെ പിറക്കണം, ഭാർഗവി വല്യമ്മച്ചി കളിയാക്കി. അങ്ങേരുടെ പണിസ്ഥലത്തോട്ട് മക്കളെ കൊണ്ടുപോകത്തില്ല. മക്കൾ പണിയില്ലാണ്ട് നടന്നാലും പോകുകയില്ല, പ്രകാശം പറഞ്ഞു. അതാണ് ഈ പെരുന്തച്ചൻ മുറ എന്ന് പറയുന്നത്, ഭാർഗവി വല്യമ്മച്ചി പറഞ്ഞു. തന്തയുടെ കൂടെ മക്കളെ പണിപ്പിക്കത്തില്ല. മക്കൾ തന്നേക്കാളും മിടുക്കരായാലോ? കേട്ടിട്ടില്ലേ ഉളിയെറിഞ്ഞ് മകനെ കൊന്ന പെരുന്തച്ഛനെ കുറിച്ച്? തന്നേക്കാൾ കേമനായി മക്കൾ വരുന്നത് സഹിക്കില്ല തച്ചന്. തന്തേക്കാളും കേമന്മാരും തങ്ങളെന്നല്ലേ മക്കളുടെ വിചാരം. അതുകൊണ്ട് മക്കളുടെ കൂടെ പോകില്ലേ? അല്ല. അല്ല, നിന്റെ അച്ഛൻ്റെ കൂടെ നീ പോകുമോ? ഇല്ല, ഇത് ആശാരിയുടെ ഒരു ശാപ, പോകൂല. ഏതായാലും എന്നോട് വലിയ കാര്യമാണ്, തുളസി പറഞ്ഞു. തച്ച് കുറച്ചിട്ടില്ല, മുഴുവൻ പണിയും തരും. പണിയിലുള്ള കുറവൊക്കെ പിന്നെ പറഞ്ഞും തരും. എന്നോട് വലിയ കാര്യമാണ്. അതേതായാലും വലിയ കാര്യമായി, പ്രകാശം ചിരിച്ചു. മക്കൾക്കില്ലാത്ത പ്രയോജനം നിനക്കെങ്കിലും ഉണ്ടല്ലോ. തച്ച് ശാസ്ത്രവും കണക്കും കുറേയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പ്രകാശ, തുളസി പറഞ്ഞു. അങ്ങേര് പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ച് പഠിച്ചാൽ പിന്നെ നിനക്ക് ആരുടെയും പിന്നിൽ നിൽക്കേണ്ടി വരത്തില്ല തുളസി. അത്ര പ്രഗത്ഭന കണക്കിന് അയാൾ. ക്ഷേത്രങ്ങൾക്ക് വരെ സ്ഥാനം കാണുകയും പണിയുകയും ചെയ്യുന്ന വിദഗ്ധന. പുള്ളിയുടെ കൂടെ ആദ്യം പണിയാനെത്തത് നിന്റെ ഭാഗ്യ. ഈ പണി ഇനി നിർത്തേണ്ടി വന്നാലും നിനക്ക് സങ്കടപ്പെടാനില്ല, തുളസി പുഞ്ചിരിച്ചു. ഞാൻ വന്നത് യാത്ര പറയാനാ, പ്രകാശം പറഞ്ഞു. ദീപ മുഖമുയർത്തി നോക്കി. യാത്ര പറയാനോ? തുളസി ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലേ ഹൈദരാബാദിന് പോകുന്നു എന്ന്. അവിടെ കുറേ പണിയുണ്ട്. ആ, ഇന്ന് പോവുക ഞാൻ. ഇടയ്ക്ക് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു വർഷം കഴിഞ്ഞേ വരും. ഒരു വർഷമോ? ആ, ഒരു വർഷം. ഒരുമിച്ച് കാശ് കൊണ്ടുവന്നാലേ വീടൊന്ന് തല്ലിക്കൂട്ടാൻ പറ്റൂ തുളസി. എന്നാൽ ഇടയ്ക്കൊക്കെ വരണടാ. വല്യമ്മച്ചി പെട്ടെന്ന് കണ്ണു നിറഞ്ഞു. ഞാൻ എഴുത്തയക്കാം വല്യമ്മച്ചി. എഴുത്തയച്ചാൽ നിന്നെ കാണാൻ പറ്റൂടാ. വല്യമ്മച്ചി ഒന്ന് തേങ്ങിപ്പൊട്ടി കരച്ചിലായി. ഒന്ന് കയറി വരാനിപ്പോൾ നീയേ ഉള്ളൂ. 3 ആൾ പറ്റതാ ഞാൻ. വയസ്സായി. ഇങ്ങനെ ഒരു തള്ളയിരിപ്പുണ്ടെന്ന് ചിന്ത പോലുമില്ല ഒറ്റ ഒരെണ്ണം വരുന്നില്ല. എൻ്റെ വാസു ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും വരുമായിരുന്നു. ഇനിയിപ്പോൾ വന്നാൽ വല്ലതും ചോദിക്കുമെന്ന് പേടിച്ചിട്ടാ ആരും വരാത്തതെന്ന് എനിക്കറിയാടാ. വല്യമ്മച്ചിക്ക് അറിയാതെ അവരൊക്കെ വന്നോളും. ഇവിടെ ആരും പട്ടിണിയല്ലെന്ന് നീയൊന്ന് പറഞ്ഞേരെ. വാസു ഇല്ലെങ്കിൽ എന്നാ? എൻ്റെ തുളസിമോളുണ്ട്, എനിക്കിറ്റ് വെള്ളം തരാൻ. എല്ലാവരോടും നീയൊന്ന് പറഞ്ഞേരെ. പറയാം, പ്രകാശൻ സമ്മതിച്ചു. പണിസ്ഥലത്തേക്ക് പോകുമ്പോൾ തുളസിയുടെ മനസ്സിൽ മുഴുവൻ പ്രകാശനും ദീപയുമായിരുന്നു. ഒരു വർഷം ഇതാന്ന് പറയുമ്പോൾ അങ്ങ് തീരും. കല്യാണ ചെലവും 15 പവനും ഉണ്ടാക്കണമെന്ന് ധൈര്യം പറഞ്ഞു. പക്ഷെ അതിന് കഴിയുമോ തനിക്ക്? തുളസി നീ എന്തായാലും തീരുമാനിച്ചത്? പണിസ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴേ ശിവാനന്ദൻ ചോദിച്ചു. തുളസി വല്ലായ്മയോടെ ശിവാനന്ദൻ നോക്കി. സത്യത്തിൽ തങ്കച്ചൻ്റെ കാര്യം ശിവാനന്ദൻ പറഞ്ഞു തന്നെ തുളസിയുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ദീപവുമായി അപ്പു അയച്ച് ചിത്രം കിടക്കുമായിരുന്നല്ലോ. പിന്നെ ചിന്ത മുഴുവൻ അതിനെക്കുറിച്ചായിരുന്നു. അപ്പുവിനെക്കുറിച്ച്, അമ്മയുടെ ആരോപണങ്ങളെക്കുറിച്ചും തുളസി കരുതി. ഒരു തീരുമാനം എടുത്തേ മതിയാവും. അപ്പു പഴയതുപോലെയല്ല. മുമ്പ് അച്ഛനെ ഭയമുണ്ടായിരുന്നു. അച്ഛൻ പോയതോടെ അപ്പുവിൻ്റെ നീക്കത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. അതിപ്പോൾ കൂടുതൽ പ്രകടമാവുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിച്ച 5 ജഡങ്ങൾക്ക് താൻ ഉത്തരം പറയണം. ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും തനിക്ക് സമാധാനം ലഭിക്കുമോ? ഒരു മാറ്റം ഉടനെ ഉണ്ടായേ മതിയാവൂ. അപ്പുവിന് തടയായിട്ടെങ്കിലും തങ്കച്ചൻ്റെ ഓഫർ മോശമല്ല. തങ്കച്ചൻ നല്ലവനാണെന്ന് കുറച്ച് നാളുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ശിവാനന്ദൻ ചേട്ടന് മുമ്പ് തന്നെ ആളെ അറിയാം. മോശമായൊരു കാര്യം ശിവാനന്ദൻ ചേട്ടൻ തന്നോട് പറയില്ല. കാഴ്ചയിലും തങ്കച്ചൻ ഒട്ടും മോശമല്ല, സമ്മതിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തൻ്റെ സാഹചര്യം, താൻ പോയാൽ എന്താവും വീട്ടിലെ സ്ഥിതി?
എങ്ങനെ ദീപയുടെ വിവാഹം നടത്തും? ദീപയുടെ വിവാഹം ധൈര്യമായി താനേറ്റതാണ്. തൻ്റെ വാക്കിൻ്റെ പുറത്ത് വിശ്വസിച്ച പ്രകാശൻ ഹൈദരാബാദിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. താൻ വാക്ക് മാറ്റിയാൽ ഉച്ചയ്ക്കുള്ള ഊണസമയത്ത് തുളസി ഭയന്നു. മറ്റുള്ളവർക്കൊപ്പം ഹോട്ടലിൽ തപ്പിപ്പോയിരിക്കുന്നു. തങ്കച്ചൻ മാത്രമാണ് തുളസിക്കൊപ്പം ഷെഡിലിരുന്നത്. അയാൾ ഉണ്ടെന്ന് കണ്ട് തുളസി അങ്ങനെ ഇരുന്നു. അവൾക്ക് ഒരു വറ്റ് പോലും ഇറങ്ങിയില്ല. എല്ലാം കൂടി ഓർത്തപ്പോൾ വിശപ്പ് കെട്ടിരിക്കുന്നു. ഊണ് കഴിഞ്ഞ് കൈയഴുകി വന്നിട്ടാണ് തങ്കച്ചൻ തുളസിയെ സമീപിച്ചത്. തുളസിക്കാകെ ഒരു വിറയിലായി. ഞാനിന്നലെ ശിവാനന്ദൻ ചേട്ടനോടൊരു കാര്യം പറഞ്ഞായിരുന്നു. തങ്കച്ചൻ പതിയെ പറഞ്ഞു. ചേട്ടനടുത്ത് തുളസിയോട് പറഞ്ഞോ? തുളസിയുടെ മൂക്കും കുനിഞ്ഞു. എന്നിട്ട് തുളസിയൊന്നും പറഞ്ഞില്ലെന്ന് ശിവാനന്ദൻ ചേട്ടൻ പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താ, തുളസിക്ക് എന്നെ ഇഷ്ടമല്ലേ? അവൾ മൗനം തന്നെ. ഞാൻ 10ാം ക്ലാസ്സുകാരനായിട്ടാണോ? അല്ല. തുളസി മുക്കുയർത്തി. പിന്നെ വിവാഹം ആലോചിക്കേണ്ട വീട്ടിലല്ലേ? അതെ. തങ്കച്ചൻ്റെ മൂത്ത് തെളിച്ചം പറഞ്ഞു. ഞാൻ അമ്മയെയും അമ്മാവനെയും തുളസിയുടെ വീട്ടിലേക്ക് വിട്ടോളാം. പക്ഷെ ആദ്യം അറിയേണ്ടത് തുളസിക്ക് എന്നെ ഇഷ്ടമാണെന്നോ? എൻ്റെ വീട് പുലരുന്നത് ഞാൻ കൊണ്ടുവരുന്നത് ഈ തച്ച് കാശ് കൊണ്ടാണ്, തുളസി പറഞ്ഞു. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഞങ്ങൾ ഒക്കെ എനിക്കറിയാം തുളസി, പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. നമ്മുടെ കൂട്ടരുടെ ഒരു വിധിയായത്. കുടുംബനാഥ മരിച്ചാൽ പിന്നെ അതോടെ ആ കുടുംബം അധോഗതിയിലാവും. ആരും ഉണ്ടാവില്ല സഹായിക്കാൻ, ആരും തിരിഞ്ഞു നോക്കില്ല. ജീവിച്ചിരുന്ന ആളുടെ വകയായിട്ട് 10 പൈസ പോലും കുടുംബത്തിന് വേണ്ടി സമ്പാദ്യം ഉണ്ടാവില്ല. തങ്കച്ചൻ തുടർന്നു. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ് പഠിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ അനിയന് 13 വയസ്സും. എനിക്ക് മുകളിൽ കല്യാണപ്രായമായ 2 സഹോദരിമാരുണ്ട്. തുളസി തങ്കച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. പഠിത്തം നിർത്തി അന്ന് കയ്യിലെടുത്താണ് ഞാൻ ഈ ഊളി. കാരണം മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ പണി ചെയ്ത ആളാണ് അച്ഛൻ. കല്യാണപ്രായമായ പെൺമക്കൾക്ക് വേണ്ടി പോലും ഒന്നും കരുതിയിരുന്നില്ല. ഞാൻ ഉളി എടുത്തില്ലെങ്കിൽ വീട് പട്ടിണിയാവും. ഇന്നിപ്പോൾ സഹോദരിമാരെ കെട്ടിച്ചുവിട്ടു. ഞാനോ അനിയനും പണിയുന്നു. എൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അമ്മ അലട്ടുക. തുളസിയെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് സമ്മതം. തുളസി തങ്കച്ചനെ നോക്കി. അയാൾക്ക് അതുവരെ തോന്നാതിരുന്നൊരു ഭംഗിയുണ്ടെന്ന് അവൾക്ക് തോന്നി. പണിക്ക് പോകുന്ന ഒരു പെണ്ണിനെ അമ്മ ഇഷ്ടപ്പെടുമോ? തുളസി ചോദിച്ചു. തങ്കച്ചൻ്റെ മുഖം മങ്ങിപ്പോയി. അതവൻ ചോദിച്ചിരുന്നില്ല. എങ്കിലും പറഞ്ഞു. നിൻ്റെ പണിയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് സമയം വേണം, അവൾ പറഞ്ഞു. എന്തിന്? ഞാൻ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ അനിയത്തിയുടെ കാര്യം കഷ്ടത്തിലാവും. അവളുടെ വിവാഹം നടത്താമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാണ്. തുളസി പ്രകാശിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഒന്നുകിൽ ദീപയുടെ വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം, അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാലും എൻ്റെ തച്ചുകാശ് 1 വർഷത്തേക്ക് വീട്ടിൽ കൊടുക്കണം, ദീപയുടെ കല്യാണം കഴിയുന്നവരെ, തുളസി പറഞ്ഞു. അപ്പോൾ വിവാഹം കഴിഞ്ഞും തുളസി പണിക്ക് വരാനോ? തങ്കച്ചൻ്റെ മുഖത്ത് അമ്പരപ്പായി. പിന്നല്ലാതെ. തങ്കച്ചൻ്റെ മുഖത്തെ പ്രസാദം തീരെ മങ്ങിപ്പോയി. ശിവാനന്ദന് മുന്നിൽ തങ്കച്ചൻ ആ പ്രശ്നം എടുത്തിട്ടു. എടാ, ഉദ്യോഗസ്ഥന്മാരായ പെൺപിള്ളേരും തപ്പി നടന്ന് കിട്ടുന്നത് നീ കണ്ടിട്ടില്ലേ? കുടുംബത്ത് വരുമാനം കൂട്ടാനും നന്നായിട്ട് ജീവിക്കാനും വേണ്ടിയിട്ടാ. നീ അത് കണ്ടിട്ടില്ലേ? അവൾ ഉത്സാഹിച്ച് പണിയുന്നത് അവൾ പണിത കാശ് കിട്ടിയാൽ എന്നേടാ നിനക്ക് കഴിക്കുമോ? അല്ല ഏട്ടാ, അത് പിന്നെ, തങ്കച്ചൻ പറഞ്ഞു. അമ്മ സമ്മതിക്കുമെന്നാ? അമ്മയുടെ കൂടാണോടാ അവൾ പണിക്ക് പോരുന്നത്? നിൻ്റെ കൂടെ അല്ലേ? ചിറ്റപ്പൻ എതിർത്തു. എടാ തങ്കച്ച, നിൻ്റെ അച്ഛൻ ചത്തു പോകുന്നത് വരെ നിൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന കാശുകൊണ്ട് വെച്ചുണ്ടാക്കി തിന്നാനല്ലാതെ നിൻ്റെ അമ്മയെക്കൊണ്ട് എന്നാ സാധിച്ചടാ? 10 പൈസ സമ്പാദിച്ചു വെക്കാൻ പറ്റിയോ? പിന്നെ 10 പൈസയ്ക്ക് പണി ചെയ്തോടാ അവർ. നീ ഉളിയെടുത്ത് പണിതിട്ടില്ലേ? നിൻ്റെ പഠിത്തം നിർത്തിയില്ലേ? അങ്ങനെ ഒരു ഗതികേട് നിൻ്റെ പിള്ളേർക്കുണ്ടാവത്തില്ലടാ തുളസിയെ കെട്ടിയാൽ. എൻ്റെ വീട്ടിലൊരെണ്ണമുണ്ട്, ശിവാനന്ദൻ പറഞ്ഞു. മോഹിനിയെക്കുറിച്ചാണ്. ഞാൻ കൊണ്ടു കൊടുക്കുന്നത് കൊണ്ടുപോയി ചന്തയിൽ പോയി സാധനങ്ങൾ മേടിക്കും, വച്ചു പുഴുങ്ങി തിന്നുക, മിച്ചം സ്വയം കിടന്നുറങ്ങും. അല്ലെങ്കിൽ അയൽവക്കത്ത് പോയിരുന്ന് നുണപറച്ചിലും സിനിമ കാഴ്ചയും. ടി വിയിലിപ്പോൾ ഒരുപാട് ചാനലൊക്കെ ഉണ്ടല്ലോ. പകൽ കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങളെ ചൂലെടുത്ത് അടിക്കണമെന്ന പ്രമാണം. നമ്മുടെ പെണ്ണുങ്ങളത് ചെയ്യുന്നതേ. വേറെ പണിയില്ലാണ്ടോ മറ്റു പെണ്ണുങ്ങളെ കണ്ട് പഠിക്കുകയില്ല, പോരെ? ചിറ്റപ്പൻ പറഞ്ഞു. തുളസിയെ കെട്ടുന്നത് ഒരു അഭിമാനം തന്നെയാടാ നമ്മുടെ കുലത്തിന്. ജീവിക്കാൻ പഠിച്ചോളാം അവള്. സമയം ഒരു സെക്കൻഡ് പോലും കളയാണ്ട അവൾ ചെയ്യണ പണി കണ്ടോ നീ? നീ എത്ര വർഷമായിട്ടാണ് പണിയുന്നത്? എന്നാൽ അതിൻ്റെ കണക്കും ശാസ്ത്രവും പഠിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അവളത് നല്ല ഒന്നാന്തരമായിട്ട് ഈ കൂടെ പഠിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നാലേ അവളുടെ അപ്പൻ്റെ പുസ്തകത്തിലങ്ങളൊക്കെ എടുത്തു വെച്ച് പഠിക്കും. അവൾ മിടിക്കുക. അവളെ പണിക്ക് വിടാതിരിക്കുന്ന ദ്രോഹം. ഒരാണിന് പറ്റിയ പെണ്ണാവൾ. ശിവാനന്ദൻ തങ്കച്ചനെ പ്രോത്സാഹിപ്പിച്ചു. പൊന്നപ്പനും അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ തങ്കച്ചനും അത് സമ്മതമായി. അവനും ആലോചിച്ചു. 2 സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചു. അവരുടെ പ്രസവങ്ങൾ നോക്കി. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി. ബാങ്കിൽ പക്ഷേ കടമാണ് ഇപ്പോഴും. ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ എന്ന് തീരാനാണ് കടം? ജീവിതഭദ്രതയ്ക്ക് ഒരു കൂട്ടുപണിക്കാരി ഉണ്ടാവുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. എനിക്ക് സമ്മതമാണ് തുളസി, തങ്കച്ചൻ തുളസിയോട് പറഞ്ഞു.
അവിശ്വസനീയതയോടെ തുളസി നോക്കി. ഒരു 5-6 മാസത്തിനുള്ള വിവാഹം, അതുവരെയുള്ള തച്ചുകാശ് തുളസിക്ക് വീട്ടിൽ കൊടുക്കാമല്ലോ, തങ്കച്ചൻ പറഞ്ഞു. അപ്പോൾ ദീപയുടെ കാര്യം? തുളസി സംശയിച്ചു. അത് നമുക്ക് ഒരുമിച്ചങ്ങ് നടത്താം തുളസി. തുളസി തങ്കച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. 2 സഹോദരിമാരെ കെട്ടിച്ചു വിട്ടവനല്ലേ ഞാൻ. എനിക്ക് 3 പേരുണ്ട് എന്ന് കരുതിയാൽ മതിയല്ലോ. പിന്നെ സഹായിക്കാൻ തുളസി ഉണ്ടല്ലോ. തുളസിയുടെ അധരങ്ങളിലൊരു ചിരി പൂത്തു. ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിടർന്ന ചിരി. ഇതാ വീണ്ടും ഒരാൾ ദൈവദൂതനെ പോലെ തന്നെയും തൻ്റെ സങ്കടങ്ങളെയും ഒരുമിച്ച് ഏറ്റെടുക്കാൻ അവതരിച്ചിരിക്കുന്നു. തുളസിക്ക് ശരിക്കും സന്തോഷം തോന്നി. കുടുംബത്തിൻ്റെ രക്ഷ മാത്രമല്ല, അപ്പുവിൽ നിന്നുള്ള രക്ഷപ്പെടൽ കൂടിയാണിത്. ശനിയാഴ്ച പണി കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ തങ്കച്ചൻ പറഞ്ഞു, നാളെ ഞങ്ങൾ 5 പേര് തുളസിയുടെ വീട്ടിലെത്തുന്നുണ്ട്, ഉച്ചയ്ക്ക് മുമ്പ്. നാളെയോ? ഇത്ര പെട്ടെന്നാവുന്നതാണ് നല്ലത്. വീട്ടിൽ പറയാൻ ശിവാനന്ദൻ ചേട്ടനുണ്ടല്ലോ. തുളസി രാവിലെ മുതൽ എനിക്കായിട്ട് കാത്തിരിക്കുക. തുളസിയുടെ മുഖം ഒന്ന് കുനിഞ്ഞു. അവളുടെ മുഖം അരുണവർണ്ണമാകുന്നത് തങ്കച്ചൻ കണ്ടു. അസ്തമയ സൂര്യൻ്റെ സ്വർണ്ണച്ചായം അവളുടെ ചുറ്റും പ്രഭാവലയമാകുന്ന ഭംഗി. ആ ഭംഗി എത്രയും സ്വന്തമാക്കാൻ തങ്കച്ചൻ്റെ മനസ്സ് കുതികുത്തി. ആ ആവേശത്തിൽ തന്നെയാണ് അവൻ വീട്ടിലെത്തിയത്. പക്ഷെ അവൻ്റെ അമ്മ സാവിത്രി തീർത്തു പറഞ്ഞു, നടക്കില്ലടാ മോനെ, നടക്കത്തില്ല, സമ്മതിക്കത്തില്ല ഞാൻ ഈ കല്യാണത്തിൽ. ഒരിക്കലും സമ്മതിക്കുമെന്ന് സ്വപ്നം പോലും നീ കാണണ്ട. തങ്കച്ചൻ കണ്ണുമിഴിച്ചപിടി നിന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.